ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്കിൻ കെയർ റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതായത് ഫേസ് പാക്കായിട്ടാണ്. ഈ ഒരു ഫേസ് പാക്ക് അത്യാവശ്യം ഞാൻ കുറച്ച് ടൈംസ് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണെന്ന് ഒരു വിശ്വാസം വന്നതിൻ്റെ ബേസിലാണ് ഞാൻ ഇന്ന് ഈ ഒരു റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ബ്രാൻഡ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നേച്ചർ ഫോർ നേച്ചർ എന്നൊരു ബ്രാൻഡാണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ടോക്സിക് ആൻഡ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ പാരബൺസ് ഒന്നും തന്നെ ഇല്ല, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 10 to 15 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ചില ഫേസ് പാക്കൊക്കെ 30-35 അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫേസ് പാക്ക് ഇടാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം വാഷ് ഓഫ് ചെയ്താൽ നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് നമ്മുടെ സ്കിന്നിൽ അനുഭവപ്പെടും. അതേപോലെ തന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്നുകൂടെ ഒരു സോഫ്റ്റനിങ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പോഴ്സിൻ്റെ ഉള്ളിലൊക്കെ തങ്ങിക്കിടക്കുന്ന ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ നന്നായിട്ട് പുറം തള്ളാൻ വേണ്ടി ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് നമ്മൾ വീക്കിലി ഓൾട്ടറായിട്ട് ഒരു 2 ടൈംസ് ഒക്കെ യൂസ് ചെയ്താൽ മതി. ഓവറായിട്ട് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളാവും. ഡള്ളല്ല, ഡ്രൈ ആവും കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ കീപ്പ് ചെയ്യാം മൈൻഡിൽ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ തിങ്ങി തന്നെ ഇരിപ്പുണ്ട്. ആ ഒരു ക്വാണ്ടിറ്റി വൈസ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ട് പ്രൊഡക്റ്റ്. പൗഡർ ബേസ് ആയിട്ടാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ 3 ഇയർ ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ 1299 രൂപയാണ്, 1300 രൂപയാണ്. അപ്പോൾ 1300 രൂപയ്ക്ക് ഒട്ടും നഷ്ടമില്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് എന്നൊക്കെ പറയുന്ന കാര്യം നമ്മൾ വീക്കിലി ഒരു 2 or 3 ടൈംസ് അല്ലേ മാക്സിമം യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വേണ്ട. ഫേസ് ആൻഡ് നെക്കിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ 3 വർഷം ഷെൽഫ് ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അതിന് മുന്നേ തീർന്നു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഇതേപോലെ ഒരു ക്ലോഷറൊക്കെ ഉണ്ട്. എടുത്തപ്പോൾ തന്നെ കുറച്ച് പ്രൊഡക്റ്റ് പോയി. നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ, ഫേസ് പൗഡർ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം നമ്മുടെ ഫേസിൽ. അപ്പോൾ അതിനായിട്ട് അപ്പോൾ ആദ്യമേ തന്നെ ഇതേപോലെ ഒരു കണ്ടെയ്നറൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഇവർ പറഞ്ഞിട്ടുള്ള ഡിറക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ വാം വാട്ടറിൽ ചെയ്യാനാണ് കേട്ടോ. വാം വാട്ടറിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ നോർമൽ കോൾഡ് വാട്ടറിലാണ്. കോൾഡ് വാട്ടർ മീൻസ് പ്ലെയിൻ വാട്ടർ കേട്ടോ, കോൾഡ് അല്ല, നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെള്ളത്തിൽ നിന്നൊന്നും അല്ല ചെയ്യുന്നത്. അപ്പോൾ നീഡഡ് ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ മതിയാവും, ഫേസിലല്ലേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നന്നായിട്ട് ഈ ഒരു ക്ലോഷർ അടച്ചു വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഫേസ് പാക്കിൻ്റെ പൊടി ആയതുകൊണ്ട് തന്നെ ടൈറ്റൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്താം. ഈ പാക്കേജിങ് എനിക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. 1300 രൂപയുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പാക്കേജിങ് ആണ്. ഗോൾഡൻ ബേസ് ഒക്കെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ കുക്കുംബർ ആൻഡ് ഓറഞ്ച് പീലിൻ്റെ ഒക്കെ എക്സ്ട്രാക്റ്റ് ഒക്കെ ഉണ്ട്. ഗ്രീൻ, അതായത് നമ്മുടെ എന്താ പറയുക, ഗ്രീൻ ടീയുടെ ലീഫൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറേ അധികം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ക്വാണ്ടിറ്റി വൈസ് ഒക്കെ പെർസെൻറ്റേജ് വൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി നമ്മുടെ ഫേസ് പാക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അയ്യോ, ലൈറ്റൊക്കെ താഴെ വീഴാൻ പോകുന്നു. ഓക്കെ, ഇതൊക്കെ സെറ്റ് ചെയ്യാനാണ് പാട്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാളി. ഞാനിപ്പോൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേ കുറച്ച് കണ്ടില്ല, ടു മച്ച് ലിക്വിഡി കൺസിസ്റ്റൻസി ആയിപ്പോയി. ഇതല്ല നമ്മുടെ കൺസിസ്റ്റൻസി. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൺസിസ്റ്റൻസി കൂടിപ്പോയതുകൊണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. എനിക്ക് എപ്പോഴും പറ്റുന്ന തെറ്റാണിത്, എസ്പെഷ്യലി ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ശരിക്കും ഇതിൻ്റെ കൂടെ ഒരു വുഡ് ബേസ് ആയിട്ടുള്ള ഒരു സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് സാഹസികമായിട്ട് പൊടി ഇങ്ങനെ എടുക്കുന്നത്.
മാക്സിമം ഒരു സ്പൂൺ നിങ്ങൾ വെക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. അതാകുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ക്വാണ്ടിറ്റിയിൽ പൊടിയെടുക്കാനും വെള്ളമാണെങ്കിലും നമുക്ക് അങ്ങനെ എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ ഏറെക്കുറെ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി? നന്നായിട്ടൊന്ന് മിക്സ് ഇറ്റ് ചെയ്യണേ. അതിനു മുന്നേ നമുക്കിത് സേഫായിട്ട് അടച്ച് മാറ്റി വെക്കാം. അടയുന്നില്ലല്ലോ. ഓക്കെ, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഡീടോക്സിഫയർ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഇതിൽ മെയിനായിട്ട് ചമോമിൽ ആൻഡ് KHUS എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. ക്യൂസ് എനിക്കറിയില്ല കേട്ടോ. 75 grams ഓഫ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഔട്ടർ പാക്കേജിങ് ഒരു കാർഡ്ബോർഡ് ബേസ്ഡ് പാക്കേജിങ് ആണ്. പിന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിറക്ഷനും പിന്നെ കോഷനൊക്കെയാണ്. കോഷൻ ആസ് യൂഷ്വൽ എക്സ്റ്റേണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് റൂം ടെമ്പറേച്ചറിൽ, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്ലേസിലൊന്നും വെക്കരുത്. സോ ഷെൽഫിൽ തന്നെ മാക്സിമം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സാക്ട്ലി ശരിക്കും ആ ഒരു നീഡഡ് ആയിട്ടുള്ള നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ വാഷ് ചെയ്തിരിക്കണം നമ്മുടെ ഫേസ് ക്ലെൻസർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ക്ലെൻസർ യൂസ് ചെയ്ത് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഹാൻഡ് നന്നായിട്ട് ക്ലീൻ ആക്കിയിരിക്കണം കേട്ടോ. വാഷ് ചെയ്തിട്ട് വേണം ക്ലെൻസർ യൂസ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ കൈ വൃത്തിയില്ലാണ്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞ് തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഫേസ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ. ഓൾറെഡി ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ആയി ഇരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഒരിക്കലും വെറ്റായിട്ടുള്ള ഫേസിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യരുത് കേട്ടോ. നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പാറ്ററിയൊക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഫേസ് പാക്കൊക്കെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പം ഈവനായിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫേസ് പാക്ക് എത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, നോർമലി നമ്മൾ ഫിംഗർ ടിപ്സൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ബെറ്റർ സൊല്യൂഷൻ അല്ലെങ്കിൽ ബെറ്റർ വേ എന്ന് പറയുന്നത് എനിക്ക് ബ്രഷ് യൂസ് ചെയ്യുന്നതായിട്ടാണ് ഹോണസ്റ്റ്ലി തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെ ഈ ഒരു ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ഓയിലിയൊക്കെ ഉള്ള സ്കിന്നാണെങ്കിൽ വാം വാട്ടർ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ നമ്മൾ വാം വാട്ടറിന് പകരം മിൽക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നല്ലൊരു റേഡിയൻ്റ് ലുക്ക് നൽകുന്നുണ്ട്. പിന്നെ നമ്മുടെ പോഴ്സിൻ്റെ ഉള്ളിലൊക്കെ എന്താണെങ്കിലും നമ്മൾ എത്ര ക്ലെൻസർ വെച്ചിട്ട് വാഷ് ചെയ്താലും കുറച്ച് ഇമ്പ്യൂരിറ്റീസും ഒക്കെ ഉണ്ടാവും ആ ഒരു പോഴ്സിനുള്ളിൽ. അങ്ങനത്തെ ഇമ്പ്യൂരിറ്റീസും അതേപോലെ തന്നെ ഓയിൽസൊക്കെ എന്താ പറയുക നമ്മുടെ ഫേസിൽ നിന്ന് പുറന്തള്ളാനായിട്ട് സഹായിക്കും. അപ്പോൾ ഓയിലി ആയിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു പോഴ്സിനുള്ളിൽ കുറേ ഇമ്പ്യൂരിറ്റീസൊക്കെ തങ്ങിക്കിടക്കുമ്പോഴാണ് നോർമലി പിമ്പിൾസ് ഉണ്ടാകുന്നത്. സോ ഇങ്ങനത്തെ പിമ്പിൾസും അതുപോലത്തെ തന്നെ ആക്നീസൊക്കെ ഉണ്ടാകുന്ന കാരണത്തിൽ നിന്ന് ഒരു പരിധി വരെ നമ്മുടെ ഫേസ് പാക്ക് രക്ഷിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഞാനിപ്പം ഇവിടെ വോം വാട്ടറിന് പകരം നോർമൽ പ്ലെയിൻ വാട്ടറാണ് എടുത്തത്. വോം വാട്ടറോ അല്ലെങ്കിൽ മിൽക്കോ യൂസ് ചെയ്യാം കേട്ടോ. 1 or 2 സ്പൂൺ നമ്മൾ എടുത്താൽ മതി. പൗഡർ എടുക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നീഡഡ് ക്വാണ്ടിറ്റി വോം വാട്ടർ ഓർ മിൽക്ക് യൂസ് ചെയ്യുക. ഡ്രൈ സ്കിന്നുകാർക്ക് മിൽക്ക് യൂസ് ചെയ്യുക. അല്ലാത്ത ഓയിലി സ്കിന്നുകാർക്ക് വോം വാട്ടർ യൂസ് ചെയ്താൽ മതി. എൻ്റെതൊക്കെ ഓയിലി സ്കിന്നാണ്. ഞാൻ പ്ലെയിൻ വാട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വോം വാട്ടർ ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈവനായിട്ട് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫിംഗർ ടിപ്സ് വെച്ചിട്ടോ അപ്ലൈ ചെയ്യാം. എനിക്ക് കുറച്ചുകൂടെ നമ്മുടെ ഫേസിൽ ഓവറോൾ പ്രോപ്പറായിട്ട് ഈ ഒരു ഫേസ് പാക്ക് എത്താൻ ഏറ്റവും യൂസ്ഫുൾ വേ എന്ന് വെച്ചാൽ ബ്രഷായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈവനായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ടൈമിങ് നോക്കുകയാണെങ്കിൽ 10 to 15 മിനിറ്റ്, ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നന്നായിട്ട് പ്ലെയിൻ വാട്ടറിൽ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യുക. വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് പാറ്റേണൊക്കെ ചെയ്തിട്ട് നിങ്ങളൊരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. മോയ്സ്ചറൈസറോ ഫേസ് ക്രീമോ നമ്മൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. അതായത് നോർമലി ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും, ഇമ്പ്യൂരിറ്റീസും ഡേർട്ടൊക്കെ കളയും. എങ്കിലും നമ്മൾ കുറച്ച് നേരം വെച്ച് ഈ ഒരു ഫേസ് പാക്കിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ pHൻ്റെ ബാലൻസ് ഉണ്ടല്ലോ സ്കിന്നിൻ്റെ, അത് ചെറുതായിട്ടൊന്ന് ഡിസ്റ്റർബ് ചെയ്യും. കുറച്ചുകൂടെ സ്കിന്നൊന്ന് ഡ്രൈ ആക്കും.
അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഫേസ് ക്രീം നമ്മൾ മസ്റ്റായിട്ട് അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യുക കേട്ടോ. ഈ ഒരു നേച്ചർ ഫോർ നേച്ചറിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവരുടെ ഒരു ക്ലെൻസർ, അതായത് അതും ഇതേപോലെ പൗഡർ ബേസ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ. അതും നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഫേസിലൊക്കെ ഇന്ന് അപ്ലൈ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ്, അതായത് ഡള്ളായിട്ടുള്ള ആ ഒരു സ്കിൻ ടെക്സ്ചറൊക്കെ മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫേസ് പാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്കാണ് കേട്ടോ. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേഞ്ചാണ്. ആ ഒരു ഫേസ് പാക്കിന് എനിക്ക് തോന്നുന്നു 1300 സംതിങ് എങ്ങാണ്ട് വരുന്നുണ്ട് എമൗണ്ട്. അത് 1400 1500 ആ ഒരു റേഞ്ചാണ്. 1000 അബോവ് ആണ് കേട്ടോ ഇവരുടെ പ്രൊഡക്ട്സിൻ്റെ എല്ലാം തന്നെ പ്രൈസ് വരുന്നത്. പക്ഷെ എന്നാലും ബെനഫിഷ്യലാണ് കേട്ടോ. കൂടുതലും കെമിക്കൽസും അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ചിരിക്കുന്നൊന്നുമില്ല. നോർമലി ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എക്സാക്ട്ലി എന്താ പറയുക, എനിക്ക് ഹോണസ്റ്റ്ലി തോന്നിയ കാര്യം, നന്നായിട്ട് ഒരു ബ്രൈറ്റ്നെസ് കുറച്ചുകൂടെ എൻ്റെ സ്കിന്നിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൾനെസ്സൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ തുടരെ അതായത് വീക്ക്ലി ഒരു 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആകും കേട്ടോ. സ്കിന്നിൻ്റെ ആ ഒരു ഓവറോൾ എന്താ പറയുക ടെക്സ്ചറൊക്കെ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്ന് ഞാൻ തുടച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവരുടെ കുറേ പ്രൊഡക്ട്സ് എനിക്ക് മീൻസ് ആ ഒരു ഫേസ് പാക്കും ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, ആ ഒരു ഫേസ് ക്ലെൻസറും അതുപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്കൊക്കെ എനിക്ക് കൊളാബിന് വേണ്ടി കിട്ടിയാണ്. പിന്നെ ഇവരൊരു ഡേ ക്രീം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വെച്ചാണ് ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മുടെ പൈസ കൊടുത്താലും നമുക്ക് നഷ്ടമില്ല, അതെനിക്ക് പറയാൻ പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫോക്സ്ടെയിലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇവരുടെ പ്യുവർ ബ്ലിസ് നറിഷിങ് മോയ്സ്ചറൈസറാണ്. നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഹൈഡ്രേഷനൊക്കെ നിലനിർത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. ഒട്ടും തന്നെ സ്റ്റിക്കി അല്ലെങ്കിൽ ഹെവി ഫീൽ തോന്നാറില്ല. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ജസ്റ്റ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ശരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, അങ്ങനെ ഫേസ് ഓവറോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല അമേസിങ് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത്. അങ്ങനെ നമ്മുടെ മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് സ്കിന്ന് നന്നായിട്ട് എന്താ പറയുക സോഫ്റ്റ് ആൻഡ് സപ്പിളായതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റാ.